നമസ്കാരം. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുകയാണ്. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിക്കുന്നത് തുടരുന്നു. ഇറാൻ പ്രത്യാക്രമണവും തുടരുന്നു. ഈ യുദ്ധം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് മറ്റ് രാജ്യങ്ങൾക്ക് സൃഷ്ടിക്കുന്നത്. അതായത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഇതുവരെ ആയിട്ടുള്ളൂ. അതായത് 5-ാം ആഴ്ചയിലേക്കാണ് യുദ്ധം കടക്കുന്നത്. അപ്പോൾ തന്നെ അതീവ ഗുരുതരമായ പ്രതിസന്ധികൾ ലോകത്തുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. തീർച്ചയായും ആ യുദ്ധവും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത്ര കണ്ട് വലിയ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾക്ക് നേരെയാണ് ഈ ആക്രമണങ്ങൾ, ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ലോകമെമ്പാടും വലിയ പ്രശ്നങ്ങൾ ഇത് സൃഷ്ടിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നു. അതുവഴിയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ധന പ്രതിസന്ധിയിലേക്കും ഇന്ധന ക്ഷാമത്തിലേക്കും ഒക്കെ പോവുകയാണ്. ഇന്ത്യയുടെ പെട്രോളിയം ഇറക്കുമതി വൻതോതിൽ വൈവിധ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് ആ രംഗത്ത് വലിയ പ്രതിസന്ധി തൽക്കാലമില്ല. എന്നാൽ LPG പ്രതിസന്ധി ഇന്ന് ഇന്ത്യക്കുണ്ട് എന്ന് മാത്രമല്ല, പെട്രോളിയം വില വർധനവിലേക്കൊക്കെ യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ പോയെന്നുമിരിക്കും. ആ ഒരു അവസ്ഥയിലേക്കും ഇന്ത്യ വരും ദിവസങ്ങളിൽ എത്തിപ്പെട്ടെന്നിരിക്കും. കാരണം റഷ്യൻ ഓയിലിനും വില കൂടുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ അതിൻ്റെ ഡിമാൻഡും ഉയരുകയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം നീണ്ടു നിൽക്കുന്നത് ആർക്കും ഗുണകരമല്ല. വലിയ ദോഷഫലങ്ങളാണ് ഇപ്പോൾ തന്നെ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം പുറമെ ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾക്കും ഈ യുദ്ധം കാരണമാകും എന്നതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനം. അത് ഈ നാറ്റോ സഖ്യ രാജ്യങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, അമേരിക്ക നാറ്റോ സഖ്യം വിടാൻ പോവുകയാണ് എന്ന സൂചനയാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയത്. അതായത് ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ നാറ്റോ സഖ്യ രാജ്യങ്ങൾ അവരുടെ സേനയെ അയക്കണമെന്ന് കഴിഞ്ഞ കുറേ ദിവസമായി അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഒരു നാറ്റോ രാജ്യവും ഈ യുദ്ധത്തിൽ ഇതുവരെ ഇടപെടാൻ തയ്യാറായിട്ടില്ല. അവർ സേനയെ അയച്ചിട്ടുമില്ല. ഇസ്രായേലും അമേരിക്കയും മാത്രമാണ് സംയുക്തമായി ഇറാനെ ഇപ്പോൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ചതും നാറ്റോ സഖ്യം വിട്ട് അമേരിക്ക പുറത്തു പോവുകയാണ് എന്ന് പ്രഖ്യാപനം നടത്തിയതും. ഈ പ്രഖ്യാപനം പോലെ അമേരിക്ക നാറ്റോ സഖ്യം വിട്ടുപോയാൽ അത് മറ്റൊരു ലോകക്രമത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കും. നാറ്റോ സഖ്യ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള നാറ്റോ രാജ്യങ്ങൾ വൻതോതിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അമേരിക്കയുമായി ഡിപ്പെൻഡൻസി ഉള്ള രാജ്യങ്ങളാണ്. വ്യാപാര തലത്തിലും സൈനിക മേഖലയിലുമെല്ലാം അമേരിക്കയുമായി ഇവർക്ക് ഡിപ്പെൻഡൻസി ഉണ്ട്. ഇത് കുറച്ച് ആ രാജ്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ സ്വതന്ത്രമാകാനുള്ള ഒരു രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. അതിന് യൂറോപ്യൻ രാജ്യങ്ങളും കാനഡയുമെല്ലാം ഇതിനോടകം തന്നെ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യയുമായി ഈ രാജ്യങ്ങൾ ഉണ്ടാക്കിയ വ്യാപാര ബന്ധങ്ങളെല്ലാം ഇതിന് തെളിവാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഒന്നാകെ ചർച്ച ചെയ്ത, വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്ത ഈ മദർ ഓഫ് ഓൾ ഡീൽസ് പുറത്തു വന്നത്. അതായത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും തമ്മിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ അത് യാഥാർത്ഥ്യമാവുകയായിരുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ താരിഫ് പ്രഖ്യാപനത്തിന്, താരിഫ് യുദ്ധത്തിൻ്റെ ഒക്കെ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വ്യാപാര കരാർ വളരെ പെട്ടെന്ന് നിലവിൽ വന്നത്. ഇതിനെ നമ്മൾ മദർ ഓഫ് ഓൾ ഡീൽസ് എന്നൊക്കെ വിളിച്ച് വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ഈ സ്വതന്ത്ര വ്യാപാര കരാർ വരുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കരാറും യാഥാർത്ഥ്യമായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ കരാറാണ്. പ്രതിരോധ കരാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷം മുമ്പ് വരെ ഇന്ത്യ എപ്പോഴും പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ബഹുഭൂരിപക്ഷവും നമ്മൾ നിർമ്മിക്കുന്നു. മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ, മിസൈലുകളും യുദ്ധവിമാനങ്ങളും അടക്കം നമ്മൾ കയറ്റുമതി ചെയ്യാനും പോകുന്നു. ഈ നിലയിലേക്ക് നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആധുനിക രീതിയിലുള്ള ഒരു പ്രതിരോധ കരാറാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും തമ്മിൽ നിലവിൽ വന്നത്. ഇതൊരു ബയ്യർ സെല്ലർ മോഡിലുള്ളതല്ല. അതായത് വിൽപ്പനക്കാരനും വാങ്ങൽക്കാരനും തമ്മിലുള്ള ഒരു ഇടപാട് എന്ന രീതിയിലല്ല പ്രതിരോധ കരാർ നിലവിൽ വന്നിരിക്കുന്നത്. അതായത് രണ്ടുപേരും ഒരു മേഖലയിൽ സംയുക്തമായി പ്രവർത്തിക്കുന്നു, സംയുക്തമായി വികസിപ്പിക്കുന്നു എന്ന രീതിയിലാണ് ഈ പ്രതിരോധ കരാർ രൂപപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫ്രാൻസിൽ നിന്നും വിമാനങ്ങൾ, അതായത് റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ റാഫേൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസും ഇന്ത്യയും സംയുക്തമായി ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നു. ഈ രീതിയിലേക്ക് പ്രതിരോധ കരാറുകൾ മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള പ്രതിരോധ കരാറാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒപ്പുവെച്ചത്. ഇത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും ഇന്ത്യക്കും വളരെ വലിയ അവസരങ്ങളാണ് തുറന്നിടുന്നത്. രണ്ട് രാജ്യങ്ങളും അല്ലെങ്കിൽ രണ്ട് മേഖലകളും തമ്മിൽ, രണ്ട് സമ്പദ് വ്യവസ്ഥകളും തമ്മിൽ വലിയ ഉറച്ച ഒരു ബന്ധമുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ
അമേരിക്ക ഒറ്റപ്പെട്ട് നാറ്റോ സഖ്യം വിട്ടുപോയാൽ മറ്റു രാജ്യങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ തേടിയെത്തും. അവർക്ക് പ്രതിരോധ ആവശ്യത്തിനും വ്യാപാര ആവശ്യത്തിനുമെല്ലാം ആശ്രയിക്കാൻ കഴിയുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്യും. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കുതിപ്പേകുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. കാരണം യുദ്ധം വിനാശങ്ങൾ വരുത്തി വയ്ക്കുന്നുണ്ട് എങ്കിലും, യുദ്ധത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ നമുക്കുണ്ടാകുന്നുവെങ്കിലും ഇത്തരത്തിലുള്ള ലോകക്രമം മാറിയാൽ അതിൽ പ്രയോജനം ഇന്ത്യക്ക് ലഭിക്കാനും സാധ്യതയുണ്ട് എന്നാണ് ഈ രംഗത്തെ പലരും ഇപ്പോൾ വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.